എല്ലാ പ്രാർത്ഥന ആലയത്തിലും ഞാനിപ്പോൾ നിറയെ കഷ്ടങ്ങളെല്ലാം ഞാൻ കെട്ടുന്ന മുമ്പ് കിട്ടുന്ന ശേഷം എൻ്റെ വീട്ടിലുള്ളതിൽ 4 ആളുകളാണ് 3 പേർ പഠിച്ചു. എൻ്റെ ചേച്ചി പഠിച്ചു, ഞാൻ മാത്രം പഠിച്ചു. ഇന്ന് ഞാൻ കഷ്ടപ്പെട്ട് ഇന്ന് എനിക്ക് ഈ പ്രജകളെ കാണുന്ന മുമ്പ് എനിക്കൊരു ആപ്രശ്നം ഉണ്ടായി. മറ്റൊരു 2 വർഷം ഐസിക്ക് 1 വർഷം അവരൊന്ന് പെട്ടെന്ന് ഒരു ആപ്രശ്നം ചെയ്യണം എന്ന് പറഞ്ഞു. ഞാനവിടെ അപ്പോൾ എൻ്റെ മോൻ ഗുജറാത്തിൽ പോകാൻ വേണ്ടി 7 ലക്ഷം രൂപ എനിക്ക് പോകാൻ കഴിയും. എനിക്ക് ആപ്രശ്നം 2 ലക്ഷം രൂപ അങ്ങനെ എൻ്റെ മുഖം തെറ്റില്ല. അത് UAE പോയപ്പോൾ അതിൻ്റെ മുമ്പ് എനിക്ക് മോക്ക് വലിയ കഷ്ടങ്ങളുണ്ടായിരുന്നു. മോൾ വന്നിട്ട് ഇവിടെ നിന്നാൽ ശരിയാവില്ല, നിലക്കടന്നു എൻ്റെ മോൾ വീട്ടിൽ പോകാൻ വേണ്ടി എല്ലാം കഷ്ടപ്പെട്ടു. ആരും കുടുംബക്കാരും എൻ്റെ മോക്ക് വേണ്ടി 5 രൂപ എൻ്റെ വീട്ടിൽ എൻ്റെ വീട്ടിലെ പൈസയൊക്കെ ഉണ്ട്, വിചാരിച്ചുകൊണ്ട് പൈസ എൻ്റെ അന്യക്ക് 1.25 ലക്ഷം രൂപ നമ്മളാണ് വാങ്ങിക്കുന്നത് മെഡ്രാസിൽ. പിന്നെ 12 ലക്ഷം രൂപ കാരണം എൻ്റെ മക്കൾ അർപ്പിക്കുന്ന വാങ്ങിച്ചിട്ടുണ്ട്. എനിക്ക് കാശായിട്ട് 25,000 10,000 15,000 എന്താ ഓരോ കേട്ടാൽ അത്ര ആ കാശം തരും. എൻ്റെ മോളെ കട്ടിൽ 50,000 തന്നു. അതിനാണ് ഡബിൾ പൈസ ഞാൻ ചിലവിൽ. അപ്പോൾ എൻ്റെ മോൾക്ക് 2 ലക്ഷം രൂപ മാത്രം കുറവായിരുന്നു. എനിക്ക് രൂപയാണ് 2 ലക്ഷം രൂപ കുറവായിരുന്നപ്പോൾ സ്വന്തം ഭർത്താവിന് മരിക്കാനും പറ്റില്ല. എൻ്റെ മോളിന് ഞങ്ങൾ കണ്ണീർ കൊണ്ട് കരഞ്ഞ് 3 പേർ കരഞ്ഞ് നടന്നപ്പോൾ 3 വർഷം വേസ്റ്റാവും. ഇത്താത്ത വർഷം അഡ്മിഷൻ ഇട്ടപ്പോൾ അവർ പറയുന്നു എന്തൊരു 1 വർഷം വേസ്റ്റായിട്ട് പോയി 2 ലക്ഷം. അപ്പം അവർക്ക് പ്രമാണം ഉണ്ടെങ്കിൽ തന്നെ അവർ ലോൺ കിട്ടും. ഞാൻ എൻ്റെ ഭാര്യ എൻ്റെ പ്രമാണം ബാങ്കിലാണ്. ബാങ്കിൽ നിന്ന് ഞാൻ അവിടെ നിന്ന് 80,000 മുതൽ 80,000 കൊടുത്ത പ്രമാണം തിരിച്ചെടുത്തിട്ട് വേറെ ഒരു കുട്ടികളുടെ പ്രമാണം വാങ്ങിച്ചു 25 ലക്ഷം രൂപ വെച്ചു. പിന്നെ ഉൾപ്പെടെ എത്ര ലക്ഷം വെക്കുന്നത് കൂടാ 25 രൂപ ആയെന്ന് പറഞ്ഞു. അപ്പം അതിൻ്റെ ഭർത്താവ് 2 ലക്ഷം രൂപ ഇല്ലാത്തതുകൊണ്ട് ഇനി അതിപ്പോൾ 2 ലക്ഷം രൂപ പുറത്തു ഞങ്ങൾ ലോണെടുത്ത് എൻ്റെ മോളെ ഇന്ന് ചെയ്തെടുത്ത് അവിടെ അയച്ച് പഠിക്കാൻ പറ്റും. ഇപ്പം എൻ്റെ മോളെ അത് എനിക്ക് വലിയൊരു പരീക്ഷ നടത്തണം. ഈ പരീക്ഷ എനിക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ നാട്ടിൽ വരാൻ പറ്റും. ഈ ലോണെന്ന് അടയ്ക്കുന്ന അമ്മ അത് ഞാൻ എന്ത് ചെയ്യുന്നത് ഒരു വിഷയം എനിക്ക് തോറ്റു പോയി. അത് ഞാൻ എഴുതി ചിന്തിക്കുന്നു. ഞങ്ങൾ മോളെ കടിക്കുന്ന നമ്മുടെ കർത്താവ് നോക്കുന്നു. അപ്പോൾ അതിന് മുമ്പേ എൻ്റെ മോൾ പറഞ്ഞ ഇപ്പോഴാണ്, അതിന് മുമ്പെയാണ് ഞാൻ ഈ സഹോദരി വന്നിട്ടാണ് ഈ ബ്രദറെ കൊണ്ടുവന്ന് എനിക്ക് നടക്കാനും പറ്റൂല. ആഭരണം ചെയ്തിട്ട് 8 ലക്ഷം രൂപ 8 ലക്ഷം രൂപ. ഇപ്പോഴും കൂടെ 45,000 രൂപ കൊടുത്തിട്ടാണ് ഞാൻ വന്നത്. ഓണമാസത്തിൽ കൊടുത്തിട്ടുണ്ട് ഷുഗർ ബി പി അടിച്ച്. ഞാൻ അങ്ങനെ വന്നു. ഞാൻ തളർന്നാമത്തെ ഈ നമ്മൾ വേറൊരു റൂൾസിൽ എനിക്ക് വരാൻ പറ്റിയില്ല. ഞാൻ ആസ്തുവായിരുന്നു. അപ്പം ഇവിടെ വന്നു പറഞ്ഞു വേറെ എനിക്ക് നടക്കാൻ പറ്റില്ല. ആ സാധനം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാ കട വെച്ചിട്ട് എൻ്റെ മോളെ കർത്താവെ ഇങ്ങനെ മോളെ വിളിച്ചു വന്നാൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല. കർത്താവിൻ്റെ നടത്തം ചിന്തിച്ചു. അതിൻ്റെ ഇടയിൽ ഒരാൾ 50,000 കൊടുക്കണം, ഒരാൾ 50,000 കൊടുക്കും. പക്ഷെ പുതുണ്ട് അവർ വന്നിട്ട് മാസം കള്ളം പറയുന്നു. ഇയാൾ വന്നിട്ട് പൈസ ചോദിക്കുന്നു. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യാനാണ് ഞാൻ ദൈവത്തിൽ പ്രാർത്ഥിച്ചത്. നാളെ മോളിൽ തന്നെ പറയുന്നു. അപ്പം ഞാൻ പറയുന്നു വേറെ എൻ്റെ മോൾക്ക് വേണ്ടി നിങ്ങൾക്ക് പ്രാർത്ഥിക്കണം. പോയ വിഷയം ജയിച്ചു. ഇപ്പം നല്ല പരീക്ഷ മാറി അതുകൊണ്ട് ഇപ്പം ഞാൻ മോള് വിളിച്ച് പറഞ്ഞു പറഞ്ഞു എന്ത് ചെയ്യാനപ്പം മോണം കിട്ടുന്നില്ല. ഈ 50,000 രൂപ വേണ്ടി ആരും പൈസ തരുന്നില്ല. ചിന്തിച്ചപ്പോൾ എൻ്റെ മോളെന്ന് പറഞ്ഞു പപ്പ 25,000 രൂപ ഞാൻ വിടാം, നിങ്ങൾ 5,000 എടുക്കി 20,000 രൂപ നിങ്ങൾ വച്ചിരിക്കുന്നു. അപ്പം ഞാൻ എൻ്റെ പറയുന്നത് 25,000 അയക്കാൻ കൊടുത്ത് ഞാൻ കടം വാങ്ങിച്ചത് 50,000 അയച്ച അയാളുടെ കടം ബുദ്ധിമുട്ട് പോകൊണ്ട് വന്നു. അന്ന് വെച്ചപ്പോൾ എൻ്റെ മോളെ അമ്മ 50,000 അയച്ചില്ല, നിങ്ങൾ മേടിക്കില്ല, അയാളുടെ കടത്തിൽ വീട്ടിൽ നിന്ന് ഞാൻ ഏറ്റവും കൊണ്ട് കിടങ്ങി പോയപ്പോൾ പൈസ പറഞ്ഞില്ല. ഞാൻ നല്ലതെന്ന് പറഞ്ഞാൽ അവിടെ ആലോചിച്ചു. ഞാനിപ്പോൾ സാധനം എടുത്ത ശേഷം ഞാൻ കൂടുതലായിട്ടൊന്ന് നന്നാക്കി തുടങ്ങി. ഞാൻ എൻ്റെ പിന്നേടി വേണ്ടി എന്നും ആടി ഞാൻ കസേരയിൽ ഓടിക്കുന്നു, അത് ഓടിക്കുന്നു. ശേഷം നല്ല ചിന്തോളി അവിടെ എൻ്റെ വീട്ടിനടുത്തുള്ള എല്ലാവർക്കും അറിയാം. അവരുടെ വീട്ടിലും കൂടെ ആ സമയത്ത് കേട്ടിട്ടുണ്ട്. അതില്ല അങ്ങനെ ചീത്തവിളിയാണ് അതെ. അങ്ങനെ വേറെ ആരായാലും ചോറും തരത്തില്ല, ഒന്നും തരത്തില്ല. ഓടിക്കൊണ്ട് വീട്ടിൽ ഓടും. ഞാൻ നേരെ ഞാൻ വന്നത് എൻ്റെ 2 അനിയന്മാർ
ഇതിന്റെ 1,00,000 വാങ്ങുന്ന അഞ്ഞു വന്നിട്ട് ഇന്ന് ഡിവൈഡായി ഭാര്യയുടെ പിറന്നിരിക്കുന്നു. ഈ ശമ്പളമുള്ളത് എൻ്റെ ഒരു അനിയൻ കൊല്ലം കെട്ട് മർസിയുടെ മോളെ കിട്ടിയിരുന്നു. അവൻ ഇത് ഞങ്ങൾ വർത്തമാനമില്ല, അവനും ഫോട്ടോണ്ട്, നല്ല കാശുണ്ട്, അവളും പിണങ്ങിയിരിക്കുന്നതാണ് അറിയുന്നത്. ഞാൻ ആദ്യം ഒന്ന് ഒരുപാട് പറഞ്ഞു, ഇപ്പൊ നീ പിണങ്ങിയിരിക്കുന്നു പറഞ്ഞു. അപ്പൊ അതുപോലെ ഞാനും എന്നെ ഓടിച്ചിടുമായിരുന്നു ആരാധനായിരുന്നു. അപ്പൊ ഈ നമ്മളോട് എൻ്റെ ഇതുകൊണ്ട് നമ്മളവിടെ അപ്പൊ അതുകൊണ്ട് ഞാനൊരു സാധനപ്പെട്ട ചീത്ത കൊടുക്കുന്ന അഭിചാരം സംബന്ധിച്ചു. അത് അങ്ങനെയാണ് എന്റെ ജീവിതം. അതുപോലെ ദൈവത്തിന് കോടി നല്ല അപ്പൊ നിങ്ങൾ അങ്ങനെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. വിശ്വാസം എനിക്ക് ഈ ബൈബിൾ എടുക്കാനുള്ള എനിക്ക് ബാക്കിയില്ല, ഈ ബൈബിള് എടുക്കാനുള്ള സത്യം എനിക്കില്ല. അപ്പം ഈ നോട്ടിൽ കിട്ടുന്നുണ്ട്, പിന്നെ ഇപ്പാടലെ ഇന്നത്തെ പോയിട്ടുണ്ട്. എല്ലാവരും പറയുന്നത് ഇടപ്പാടെന്ന് പറഞ്ഞു. ഇടപ്പാടിൽ എല്ലാ ആൾക്കാരും വന്നിട്ട് ഇടപ്പാട് വന്നിട്ട് എല്ലാ ആൾക്കാരും കേൾക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഈ ബൈബിൾ പുരുഷന്മാരെ അതിനെ ഒരു സഭ വെച്ച് നടത്തണം. സ്ത്രീകൾ കൈതൊട്ട് ഒരു ഭർത്താവിനെ തൊട്ട് പ്രാർത്ഥിക്കാനുള്ള അനുവാദം ഈ ബൈബിളില്ല. അത് നിങ്ങൾ നോക്കണം. ഞാനോട് ഇത് എഴുതിയിരിക്കുന്നത് എനിക്ക് പഠിപ്പറിയില്ല. എൻ്റെ കൂട്ടുകാരനോട് ഞാൻ എഴുതി പതിനെട്ടാക്കി ഞാൻ എഴുതി വെച്ചിരിക്കുന്നു. അപ്പൊ അവൻ എൻ്റെ വീട്ടിൽ നിന്ന് ക്ലാസ് എടുത്തിരുന്നു. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവൻ കുറച്ച് കാര്യങ്ങൾ പ്രകടനമുള്ളവരാണ്. അപ്പൊ അവൻ എല്ലാ വാക്കുകളും പറയും. അവൻ പറയും, നിങ്ങൾ ഈ മൂന്ന് സഭ ഏതാണ് നമ്മുടെ സഹോദരൻ നിന്നെ പോലെ തന്നെ அந்த பிரதர் வந்துட்டு எனக்கு ഭജന മാത്രം പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വേറെ ആവശ്യമില്ല, കാര്യം പറയുന്നില്ല. അതാണ് കുറച്ച് ആൾക്കാരെ ഉള്ളൂ. അവർ എങ്ങനെയില്ല, അവൻ എന്നെക്കാട്ടി അടമോട്ട് കിടന്നതാണ്. അവന്റെ കിടന്നത് കൈകാര്യം ചേർത്തിരുന്നു. അപ്പൊ അവൻ എങ്ങനെയെങ്കിലും വെച്ചത് പറയും. ഈ സഭയിൽ വന്ന ഈ കൂട്ടായ്മ വന്ന മുമ്പ് എന്നെ കുറ്റപ്പെടും. നമ്മൾ പാവം പൊടിയിലേക്ക് ചെയ്ത പാവങ്ങളൊക്കെ എല്ലാം അത് മതിക്കുള്ളൂ. സാക്ഷിക്കാണ് സാക്ഷി വടം വെച്ചിട്ട് വടക്ക് പറയും നിന്റെ സാക്ഷി പോടാന്ന്. അപ്പൊ അന്ത ദൈവം അവനെ വേദനിച്ചവർ എന്നെ വേദനിച്ചിട്ട് നടക്കാൻ വേണ്ടി യൂട്യൂബ് ചാനൽ എടുത്തപ്പോ ഒരു ബൈബിളെ കത്തിച്ച് ഒരു കുട്ടായിട്ട് ആ കഥ പറയാം. 5 ബൈബിളെ കത്തിച്ച് കുട്ട 1,00,000 ശമ്പളമാവും. ആ 1,00,000 ശമ്പളം ആളുകൾ കിട്ടുവാണ്. അവർ 5-6 മക്കളുണ്ട്. നമ്മുടെ ബ്രദറെ പോലെ സൂക്ഷികൾ തെരുവിലൂടെ വായിക്കുമ്പോൾ ഈ ബൈബിളെ അങ്ങനെ വന്നിട്ട് വലിയ ഒരു കഥ അവർ പാഠം പഠിക്കുന്നു. ഇത് 1,00,000 ശമ്പളമാണ്. വലിയ ഉണ്ടാക്കുന്ന. അപ്പൊ അമ്മ പറഞ്ഞാൽ ആരെങ്കിലും സൂക്ഷിക വായിക്കാൻ വന്നാൽ അവരെ ഓടിച്ചിട്ട് ആ ബൈബിൾ എടുത്തിട്ട് ഇത് കത്തിച്ചു. അപ്പൊ ഈ ദിവസം നടന്നുകൊണ്ടിരുന്നു. 5 ബൈബിൾ എടുത്ത് 5 പേർ കത്തിച്ചു. അപ്പൊ ഭാര്യ എന്നിട്ട് ഈ ഇതിനു വേണ്ടി കച്ചാടി കുടിക്കും. മക്കളെല്ലാം പേടിച്ചിരിക്കുകയാണ് വീട്ടിൽ വരുമ്പോൾ. അപ്പൊ ഒരു ദിവസം പെണ്ണിയുടെ കൂട്ടുകാരി പറഞ്ഞ് നമ്മുടെ 1 കിലോമീറ്റർ അടുത്ത് ഒരു ഭജന പ്രകടനം നടക്കുന്നു. നമുക്ക് 2 പേരും പോവാണ്. ചേട്ടൻ വന്ന മുമ്പ് വരാൻ പറ്റും. അത് എനിക്ക് വരാൻ പറ്റും. ചേട്ടൻ 12 മണിക്ക് വരത്തുള്ളൂ. നമുക്ക് 10 മണിയാകുമ്പോൾ വരാമെന്ന് വെച്ചിട്ട് ഇയാള് ഈ സഹോദരൻ വിളിച്ചിട്ട് പോയി. ദിവസം ഇവൻ കുടിച്ചെടുത്തിട്ട് വന്നത് 12 മണിക്ക്, ഇവർ വന്നത് 11 മണിക്ക്. 2ാമത്തെ ദിവസം ഈ സഹോദരി പോയി മാപ്പൊന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്തിന് ഇവർക്ക് ഒരു 6 കുടിച്ചെടുത്തിട്ട് ഇതിനെ വന്ന് അടിച്ച് കുടിക്കാൻ വേണ്ടി അവൾ മുമ്പൊക്കെ പറയണം ബൈക്കിലേക്ക് ബൈക്ക് വന്നിട്ട് ബൈക്ക് എടുത്തിട്ട് പോയി വന്നിട്ട് സ്പീഡിൽ അടിച്ച് കയറി പോയാണ്. അപ്പൊ മുമ്പ് പോയത് ആര്? ഈ 1,00,000 കുണ്ട, ഈ ബൈബിളെ കത്തിച്ച കുണ്ട. അപ്പൊ അവൻ എൻ്റെ കുന്ന കയറി ബൈബിൾ കുട്ടികളുടെ ആൾക്കാർ കയറി പോകുന്നില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ഇതാ പറഞ്ഞു ബൈബിളെ കത്തിച്ച കുണ്ട, ഇവന്റെ പേര് ഇന്നതാണ്, അച്ഛൻ്റെ പേര് ഇന്നതാണ്. ദൈവം തൊട്ടിരിക്കുന്നു. ഇവന്റെ ഭാര്യ ഇവന് വേണ്ടി മാനസാന്തരപ്പെടുന്നത് ഈ കൂട്ടായ്മകളുണ്ട്. നോക്കുമ്പോൾ ആ പൂത്ത മോദർ അന്നേരമാണ് അതിൻ്റെ പ്രഭാവം നിൽക്കുന്നത്. നമ്മുടെ കുറവയുടെ ഒരു വർഷം മുമ്പാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇവിടെ എന്ത് ചെയ്തു? നീ രാത്രി കൊണ്ട് നിനക്കൊരു ദൈവം ഒരു വെളിപ്പാടുണ്ടാവും. ഈ സഹോദരനോട് പറഞ്ഞു, ഈ സഹോദരൻ രാത്രി ഉണ്ടാവും. ഇവ എന്ത് ചെയ്തു? ബൈബിളെ വാങ്ങിച്ചിട്ട് ആ സഹോദരൻ ബൈബിൾ വാങ്ങിച്ചിട്ട് പഠിച്ച് കൊറോണ അടുത്ത് വന്നു. തോട്ടമായി 1,00,000 രൂപ വാങ്ങിച്ചിട്ട് അവിടുത്തെ പാവങ്ങൾക്ക് എല്ലാവരും ബൈബിൾ നടക്കുമ്പം അവിടെ ആഫീസിൽ പോകുമ്പോൾ വിളിക്കുന്നു. അപ്പം ഒരു വചനം നല്ല ദർശനം കിട്ടുന്നു. വേറെ അടുത്ത് പോയി പ്രാർത്ഥിക്കാൻ വേണ്ടി.
അപ്പൊ അങ്ങ് പോയി ഒന്നര ചെറുതായി രാജിവെച്ചിട്ട് ഈ ബൈബിളും കൊണ്ട് തെരുവുകൾ നടന്ന് എല്ലാ രാജ്യങ്ങളും ഇപ്പൊ 18 രാജ്യത്തിൽ അവൻ പോയാൽ എന്റെ അപ്പനാണ് അതേ കഴിച്ചിട്ടാണ് ഇത് എന്റെ അപ്പനാണ്. അപ്പൊ ഈ 1.5 ലക്ഷം രൂപ രാജിവെച്ചപ്പോ സഹോദരൻ എല്ലാവരും അവിടെ ചവിട്ടി കൊടുക്കാൻ എന്തിനാണ് ഈ 1.5 ലക്ഷം രൂപ നീ സംഭവം അത് വന്നിട്ട് ഇതിന് നടക്കുന്നുണ്ട് എല്ലാ കുടുംബക്കാരെല്ലാം കാര്യം നിങ്ങളുടെ മനസ്സാന്തരം വേണം. മനസ്സാന്തരപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ ദൈവം നിങ്ങളെ ശിക്ഷിക്കും. എന്റെ ദൈവമാണ് ഇത് നിങ്ങളുടെ ദൈവമായിട്ട് നിങ്ങൾ ബൈബിളൊക്കെ വായിക്കുകയും ദൈവത്തെ നിങ്ങൾ വിശ്വസിക്കും. നിങ്ങളൊരു മനസ്സാന്തരം വേണം. പട്ടാതരം നിങ്ങളുടെ കുടുംബവും ജീവിതവും ഉണ്ടാകും.